അമ്മ ഞാനും മോളും എന്തായാലും ഈ കല്യാണത്തിന് വരുന്നില്ല. എടി നീ വരാതിരുന്ന അവിടെ ഓരോരുത്തരും എൻ്റെ അടുത്തല്ലേ ചോദിക്കുള്ളൂ. അതിനൊക്കെ ഞാൻ എന്തോന്ന് മറുപടി പറയാനാണ്. അതുപോലെ നീയല്ലേ അവിടെ വന്ന് ചടങ്ങുകളൊക്കെ ചെയ്യേണ്ടത്. ഓ നോക്കി ഇരുന്നാൽ മതി, ചടങ്ങുകളൊക്കെ ചെയ്യാൻ ഇപ്പം വിടും. ഞാൻ അവിടെ വന്നാലേ അവിടെ എല്ലാവരുടെയും ചർച്ച എന്നെ പറ്റിയായിരിക്കും. ഡിവോഴ്സ് എന്തായി, മോൾ ഇനി എങ്ങനെ ഒറ്റയ്ക്ക് നോക്കും, പോരാത്തിന് കുറെ അമ്മച്ചിമാരുടെ സിമ്പതി. എടി നീ ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ വരാതിരുന്നാ പിന്നെ ജീവിതകാലം മൊത്തം നിനക്ക് ഇങ്ങനെ ഇരിക്കാനേ പറ്റൂ. എൻ്റെ പൊന്നമ്മ എന്നെ ഒന്ന് വെറുതെ വിടോ. ഒന്നത് ഈ ഏരിയയിൽ ആൾക്കാരുടെ ചൊറിയെ സഹിക്കാൻ പറ്റില്ല. അപ്പോഴാ ചേട്ടാ മോൾ ഇതുവരെ റെഡി ആയില്ലേ? നമുക്ക് കല്യാണത്തിന് പോണ്ടേ? ഞാൻ വരുന്നൊന്നുമില്ല. അതെന്ത്? എനിക്കറിഞ്ഞൂടാ ആൻറ്റി. അത് കൊള്ളാം. മോളുടെ അച്ഛനെ വരെ കല്യാണം വിളിച്ചിട്ടുണ്ട്, എന്നിട്ട് സ്വന്തം മാമൻ്റെ കല്യാണത്തിന് പോവാതിരുന്ന അത് മോശമല്ലേ? മോള് വേഗം പോയി റെഡിയാകും, നമുക്ക് അച്ഛനെ കാണാം. എൻ്റെ മോൾ അച്ഛനെ കാണാൻ മുട്ടിയിരിക്കുകയാണ് നിങ്ങളടുത്ത് പറഞ്ഞോ? അല്ല ആരി, അത് കല്യാണത്തിന് പോണ്ടേ? ഇതുപോലുള്ള കുറെ കുത്തിത്തിരിപ്പ് അവിടെയും കാണും, അതുകൊണ്ട് ഞങ്ങൾ വരണില്ല. ഇനി വേറെ എന്തെങ്കിലും അറിയണോ? അല്ലറ ചില്ലറ പാത്രങ്ങളും ഗാനങ്ങളൊക്കെ വീട് കിടപ്പുണ്ട്, അത് 2 ദിവസത്തെ അവർ ക്ലിയർ ചെയ്തോളും. മോളെ പിന്നെ ഇതാണ് കിച്ചൺ. നിങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, ആവശ്യത്തിൽ കൂടുതൽ സൗകര്യമുണ്ട്. വീടൊക്കെ കൊള്ളാം, പക്ഷേ ഈ അഡ്വാൻസ് എമൗണ്ട് ഒന്ന് കുറച്ച് തരുമോ? എൻ്റെ കയ്യിലാണെങ്കിൽ ഇപ്പം അത്രയും പൈസ ഇല്ല. ഞാൻ ഹൗസ് ഓണറിനോട് സംസാരിച്ച് നോക്കാം. പിന്നെ ഡൈവോഴ്സ് ആണെന്നൊന്നും ഹൗസ് ഓണറിനോട് പറയാൻ നിൽക്കണ്ട. ഈ ഭർത്താവില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീട് കിട്ടാൻ വലിയ പാടാണ്. അഥവാ ഭർത്താവ് എവിടെയാണെന്ന് വല്ല ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൾഫിലൊന്നോ മറ്റോ പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ കുറച്ചാൾ കഴിയുമ്പോൾ നമ്മൾ ഈ ആൾക്കാർ ഓരോന്ന് പറഞ്ഞു തുടങ്ങും. അതുകൊണ്ട് ചേട്ടാ, ഇതുപോലത്തെ ഓരോ സംസാരം കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ മാറുന്നത്. നാളെ എൻ്റെ മോളെടുത്ത് അച്ഛൻ എന്ന് ഗൾഫിൽ നിന്ന് വരും, നിങ്ങൾ എന്താ അങ്ങോട്ട് പോകാത്തെന്നൊക്കെ ചോദിച്ചാൽ അവളും ഇനി കള്ളം പറയണോ? ഞാനൊരു ഡിവോഴ്സി ആണെന്ന് അറിഞ്ഞിട്ട് എനിക്ക് വീട് തരുന്നവർ തന്നാൽ മതി. എടി മക്കളെ, ഇപ്പം വീട് മാറാൻ മാത്രം അവിടെ എന്ത് പ്രശ്നം ഉണ്ടായത്? ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം തന്നെ മാറുന്നത്. അല്ലെങ്കിൽ അമ്മയുടെ മോനും മരുമൊക്കെ ഞങ്ങളൊരു ബാധ്യതയാവും. എടി അവൻ നിനക്കൊരു കല്യാണാലോചന കൊണ്ടുവന്നതിനാണോ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അല്ലേലും അവൻ ചെയ്തതിൽ എന്താണ് തെറ്റ്? മക്കളെ, നീ നിന്റെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. നാളെ ഒരു കാലത്ത് ഈ കൊച്ചിനൊരു കല്യാണാലോചന വരുമ്പോൾ അച്ഛൻ എവിടെയെന്ന് ചോദിച്ചാൽ നീ പറയോ നീ ഒരു ഡിവോഴ്സ് ചെയ്യണമെന്ന്? അമ്മ, അവ ഇപ്പം ഈ കല്യാണ ആലോചന കൊണ്ടുവന്നത് എൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടുവന്നല്ലെന്ന് എനിക്കറിയാം. നാളെ ഞാനും എൻ്റെ മോളും അവൻ്റെ തലയിലാവുന്നായിരിക്കും അവൻ്റെ പേടി. എടി നീ ഇപ്പം എങ്ങനെ ഇറങ്ങിപ്പോയാ? ഒരു വരുമാനം ഇല്ലാതെ ഈ കൊച്ചിനെയും കൊണ്ട് നീ എങ്ങനെ ജീവിക്കും? തൽക്കാലം ജീവിക്കാനുള്ളതൊക്കെ എൻ്റെ അക്കൗണ്ടിലുണ്ട്. അല്ലെങ്കിൽ എല്ലാ കാലവും ആരെയും ഡിപ്പെൻഡ് ചെയ്തൊന്നും ജീവിക്കാൻ പറ്റൂലല്ലോ. എൻ്റെ മോളെയും കാര്യം ഞാൻ നോക്കിക്കോളാം. മാം 3 kg കേക്കല്ലേ? ഓക്കെ ഓക്കെ മാം. എന്തെങ്കിലും സ്പെസിഫിക് ഡിസൈൻ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഓക്കെ ശരി മാഡം, താങ്ക് യു. ഹലോ മാഡം, എന്താ പരിപാടി? അമ്മിങ്ങനെ ഫോണും വിളിച്ചോണ്ട് ഉഴപ്പി നടന്നു. ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് കൊള്ളാം. അത് കാണാനും ഉണ്ട്. നീ ഹോംവർക്ക് ചെയ്താടി? ഒരു ചാടി. സഹായിക്കാൻ വന്നാൽ എന്നെ പറഞ്ഞാൽ മതിയല്ല. ഒന്ന് ക്ഷമിയടേ. ഓ എടി, നിന്റെ സ്കൂളിൽ നിന്ന് ടൂർ വന്നായിരുന്നു എൻ്റെ അടുത്ത് പറയാത്തത്? അമ്മ ടൂറൊക്കെ ഭയങ്കര ബോറമ്മ. അതെന്ത്? തുള്ളുമാളി പോയി 800 രൂപ വേണമെന്ന്, വേറെ പണിയില്ല. അപ്പോൾ നിനക്ക് പോകണ്ടേ? ഓ വേണ്ടെന്നൊക്കെ 2 പേർക്ക് ഒരുമിച്ച് വേറെ ദിവസം പോകും. ശരി എഴുതു. ഹലോ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ ഡിവോഴ്സ് ഒന്നും പെട്ടെന്ന് നടക്കത്തില്ല. മ്യൂച്വലായിരുന്നെങ്കിൽ പിന്നെ എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കയ്യിലുള്ള എവിഡൻസുകൾ സ്ട്രോങ് ആക്കുക. ഇല്ലെങ്കിൽ ഈ കേസ് ഇനി 1-2 കൊല്ലം നീണ്ടുപോകും. അത് വേണോ? ആര്യ കഥ തുറക്ക്. ആര്യ കഥ തുറക്ക്.
ആര്യ കഥ തുറക്ക്. നീ എത്ര നേരം ഇതിനകത്ത് എന്നെ കഥ അടച്ചിരിക്കും? നിന്നെ എങ്ങനെ പുറത്തു കൊണ്ടുവരണമെന്ന് എനിക്കറിയാം. ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിലല്ലേ നീ ജോലി ഉണ്ടാക്കുള്ളൂ. നീ ഇനി എത്ര കരഞ്ഞ് കാല് പിടിച്ചാലും നിനക്ക് ഞാൻ ഡിവോഴ്സ് തരാൻ പോണില്ല. അപ്പം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് പറ. ഓക്കെ. ആര്യ, ഞാൻ വിളിപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ട് തൻ്റെ ഹസ്ബൻഡ് ഒരു പെറ്റീഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ അറിഞ്ഞതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആ കേസ് പണിയാണ്. ഇത്രയും കൊല്ലമായിട്ട് എൻ്റെ മോളൊന്ന് കാണാൻ പോലും വരാത്തവനാ ഇപ്പം അവളെ വേണ്ടത്. അവൻ കാരണം എനിക്ക് ഡിവോഴ്സ് കിട്ടാൻ തന്നെ 3 കൊല്ലം എടുത്ത്. ഇത്രയൊക്കെ ആയിട്ട് അവന് മതിയായില്ലല്ലേ? നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം അത്ര സേഫ് അല്ലെന്നും കുട്ടിയുടെ ബേസിക് നീഡ്, വിദ്യാഭ്യാസം, ഇതൊന്നും നോക്കാനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തനിക്കില്ല എന്നും പറഞ്ഞാണ് ഈ കേസ് മൂവ് ചെയ്തിരിക്കുന്നത്. മിക്കവാറും ഈ ആഴ്ച തനിക്ക് നോട്ടീസ് കിട്ടും. താനത് കൈപ്പറ്റിയ ശേഷം നമുക്കൊരു ഒബ്ജക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാം. സർ, എൻ്റെ കൊച്ചിനെ നോക്കാൻ എനിക്കറിയാം. ഇതിപ്പോൾ അവന് കൊച്ചിന് വേണമെന്നുണ്ടായിട്ടൊന്നും അല്ല. എങ്ങനെയെങ്കിലും എന്നെ ദ്രോഹിക്കണം. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് തനിക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട് എന്ന് കോടതിയെ ബോധിപ്പിക്കുക എന്നത് മാത്രമാണ്. അയ്യോ സാറേ, ഞാനിപ്പോൾ ചെറുതായിട്ടൊരു ബിസിനസ് തുടങ്ങുന്നേ ഉള്ളൂ. അതൊന്നും സാരമില്ല. ഫസ്റ്റ് ഇയറിങ്ങിന് എന്തായാലും മോളെ കൊണ്ടുവരണ്ട. ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. ആരെയും ടെൻഷൻ അടിക്കാതെ. ഈ പ്രായത്തിൽ ഇത്രയും പ്രഷറൊന്നും എടുക്കണ്ട. നമ്മളൊക്കെ ഇല്ലേ ഇവിടെ. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കോഫി ഷോപ്പ് ഇവിടെ അടുത്തുണ്ട്. ഈവനിങ് ആര് ഫ്രീ ആണെങ്കിൽ നമുക്കൊരു ഡ്രൈവിന് പോവാം. നമുക്ക് 2 പേർക്കും അതൊരു റിലാക്സേഷൻ ആയിരിക്കും. റിലാക്സേഷൻ വേണമെങ്കിലേ സാറിന്റെ ഭാര്യയോടെ പോയാൽ മതി. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോടെ ഞാൻ 2 വക്കീലിനെ മാറ്റിയത്. സാറിനെ കൂടെ എനിക്ക് മാറ്റാൻ വയ്യ. ആയിട്ടുണ്ട് മാഡം. താങ്ക് യു. സുഹൃത്തുക്കളെ, ഒരു പ്രധാനപ്പെട്ട കാര്യം കാണിച്ചു തരാനാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളിത് കണ്ടോ? ആര്യാസ് ഹോംലി കേക്ക്സ് കണ്ടോ? ഇതിനകത്തിരുന്ന പാറ്റയായിരുന്നു. ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ ഇവരിങ്ങനെ ചെയ്യുന്നത്? ഇത് ബ്രാൻഡ് നിങ്ങൾ നോക്കി വെച്ചു. ആര്യാസ് ഹോംലി കേക്ക്സ്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആരും ഇത് മേടിച്ച് കഴിക്കരുത്. എന്തു പറ്റി ആര്യേ? ചേച്ചി, ഞാൻ റെന്റ് ജിപേ ചെയ്തതിൽ കുറച്ച് കുറവുണ്ട്. ഞാനത് അടുത്ത മാസം ക്ലിയർ ചെയ്തോളാം. അന്നത്തെ വീഡിയോയ്ക്ക് ശേഷം കുറച്ച് ഓർഡേഴ്സൊക്കെ കുറവാണല്ലേ? ആ ചേച്ചി, കുറച്ച് കുറവാണ്. സാരമില്ല, ശരിയാവും. എടി, എനിക്ക് ഒരു പിടുത്തവും കിട്ടില്ല. ആ വീഡിയോ കാണിച്ചിരിക്കുന്ന കേക്ക് ഇവിടെ നിന്നൊന്നും വാങ്ങിയല്ല. ഞാനാണെങ്കിൽ അന്ന് കൊടുത്ത എല്ലാ കസ്റ്റമേഴ്സിനെയും വിളിച്ചു ചോദിച്ചു. അവർക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല. എടി, അതൊക്കെ എനിക്കറിയാം. പക്ഷേ ഈ പ്രാവശ്യം ആനിവേഴ്സറി കേക്കിൻ്റെ ഓർഡർ ഞാൻ വേറെ ഒരു ടീമിന് കൊടുത്തു. നീ വേറെ ഒന്നും വിചാരിക്കല്ലേ? കുഴപ്പമില്ലടാ.
ഹലോ. എനിക്കൊരു 1 kg ചോക്ലേറ്റ് ട്രഫിൾ വേണമായിരുന്നു കേട്ടോ. 1 kg ചോക്ലേറ്റ് ട്രഫിൾ അല്ലേ? ഞാൻ ഡെലിവറി ചെയ്തേക്കാം സാർ. എനിക്ക് ആ അഡ്രസ്സ് ഒന്ന് ടെക്സ്റ്റ് ചെയ്താൽ മതി. ഓക്കെ സാർ. സാർ, ആര്? എന്റെ ഈ കേക്കിനെ കുറിച്ച് ഭയങ്കര മോശം അഭിപ്രായമാണല്ലോ. കച്ചവടമൊക്കെ നടക്കുന്നുണ്ടോ? നടക്കൂല. എടീ, നിനക്കൊരാണിന്റെ സഹായം ഇല്ലാതെ ഇവിടെ നിന്ന് ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല. ഈ ബിസിനസ്സും കൂടെ പോയാൽ നീ എന്തോ വരുമാനം വെച്ച് കോടതിയിൽ വാദിക്കും. ഈ നെഗറ്റീവ് റിവ്യൂ ആരിട്ടെന്ന് പറഞ്ഞാൽ നിനക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടാവൂല്ലേ? ഞാൻ തന്നെ. ഇനി ഇന്നത്തെ റിവ്യൂവും കൂടെ ആകുമ്പോഴേ എല്ലാം കൂടെ മൊത്തത്തിൽ കൂട്ടിക്കെട്ടി നീ വീട്ടിൽ ഇരുന്നോളൂ. പിന്നെ നിനക്ക് നിന്റെ വീട്ടുകാരും ഇല്ല, നിന്റെ കൊച്ചും ഇല്ലാതെ റോഡിലിറങ്ങി തെണ്ട. പറ വക്കീലേ. എടോ, താൻ എന്ത് പണിയാണ് കാണിച്ചത്? ഞാനിപ്പോൾ അയച്ച വീഡിയോ എടുത്ത് നോക്കും. ഈ ബിസിനസ് കൂടെ കൂട്ടിക്കിട്ടിയ നീ എന്തോന്ന് വരുമാനം വെച്ച് കോടതിയിൽ വാദിക്കൂടി? ഈ നെഗറ്റീവ് ആരിട്ടെന്ന് പറഞ്ഞാൽ നിനക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടാവൂല്ലേ? ഞാൻ തന്നെ. മോളെ, ഈ നെഗറ്റീവ് വീഡിയോ ആരോ മനഃപൂർവ്വം ഇടുന്നത്. ഇത് കണ്ടുപിടിക്കാൻ നിനക്ക് ഒരു ബട്ടൺ ക്യാമറ വല്ലതും വെച്ചൂടെ? നീ തനിച്ച് എല്ലായിടത്തും പോണതുകൊണ്ട് ഇത് നിനക്കൊരു സേഫ്റ്റി ആകും. നാളെ ടോട്ടൽ 8 ബർത്ത്ഡേ കേക്ക്, ഒരു വെഡ്ഡിങ് കേക്കും. എടി, ഞാൻ കുറച്ച് കഴിഞ്ഞ് ഷോപ്പിൽ പോവേ, ഒന്ന് അടങ്ങിയിരിക്കണേ. ഓ, അതാ ജന ആന്റി വിളിക്കുന്നു. അവിടെ ഹലോ. ഹാ ആര്യ, എനിക്ക് എൻ്റെ കസിൻ്റെ ബർത്ത്ഡേക്ക് ഒരു 2 kg കേക്ക് വേണമായിരുന്നുടാ. അതെന്താടി, നമുക്ക് സെറ്റാക്കാം. ഇപ്പം നീ ഫുൾ ബിസി ആണല്ലോ. സോഷ്യൽ മീഡിയ തുറന്നപ്പോൾ ഫുൾ നീയാ. ആടി. ഓക്കേടാ. ശരിടി, ബൈ. അപ്പൊ നാളെ മൊത്തം 10 കേക്ക്. ഷോ, അമ്മ എങ്ങനെ ഒറ്റയ്ക്ക് ഇത്രയും കേക്ക് കൊടുക്കും? ആവോ. ഞാൻ വേണമെങ്കിൽ സ്കൂളിൽ 2 ദിവസം ലീവ് എടുക്കാം. ആണോ? ലീവ് എടുക്കൂ. എടാ, ക്രിസ്മസ് ഒക്കെ വരെയല്ലേ, നമ്മുടെ ഷോപ്പിൽ കേക്കിന് പുതിയ ഓഫറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേ. ഞാൻ ആ പോസ്റ്റർ ഇതാ ഇപ്പോൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ ഓഫീസിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ മറക്കണ്ട. ആ ചേച്ചി, ഞാൻ റെൻറ്റ് ജീപ്പ് ചെയ്തിട്ടുണ്ടേ. ആ ഓക്കെ മോളെ, ഞാനത് നോക്കിക്കോളാം. പിന്നെ ആര്യ, മോൻ്റെ സ്കൂളിൽ ആനിവേഴ്സറി വരുവാണ് കേട്ടോ. അപ്പോൾ 1000 പീസ് കേക്കിൻ്റെ ഒരു ഓർഡർ ഉണ്ട്. അപ്പോൾ മോളത് നന്നായിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഓർഡർ മോൾക്ക് തന്നെ തരാം. അതിനെന്താ ചേച്ചി, നമുക്ക് ചെയ്യാം. എനിക്കിപ്പോൾ ഇവിടെ സ്റ്റാഫൊക്കെ ഉണ്ട്. പിന്നെ വഴുതക്കാട് ഒരു ഷോപ്പ് നോക്കുന്നുണ്ട്. ഓക്കെ, എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെടാ. ശരി ചേച്ചി, താങ്ക്സ്. ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് നിൽക്കുന്ന വഴുതക്കാടുള്ള ഐ ഫ്രൂട്ട് എന്ന ഷോപ്പിലാണ്. ഈ കാണുന്ന ഷേക്കിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതിൽ ഷുഗർ ഇല്ല. ഞാൻ ഷുഗർ പേഷ്യൻ്റ് ആയതുകൊണ്ടൊന്നുമല്ല, ഇവിടുത്തെ എല്ലാ ഷേക്സിനും ഐസ്ക്രീംസിനും ഒന്നും ഇവർ വൈറ്റ് ഷുഗർ ആഡ് ചെയ്യാറില്ല. റിയൽ ഫ്രൂട്ട് പൾപ്പാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പറയാതിരിക്കാൻ വയ്യ ഗായ്സ്, ഇവരുടെ മോമോസിൻ്റെയും വേഫിൾസിൻ്റെയും ലൈവ് ഐസ്ക്രീംസിൻ്റെ ഒക്കെ കട്ട ഫാനാണ് ഞാൻ. പക്ഷേ ഇപ്രാവശ്യം പറയാൻ വന്നത് ഇതിനെക്കുറിച്ച് ഒന്നുമല്ല.
ക്രിസ്മസ് ഒക്കെ വരെയാണ്. ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക്സ് ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ ട്രൈ ചെയ്തതാണ്, ഒരു രക്ഷയില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്മസിന് ഇതേപോലത്തെ പ്ലം കേക്ക്സ് വേണമെങ്കിൽ വന്നു iFruit വഴുതക്കാട്. ഇറ്റ്സ് മീ അഖിൽ സൈനിങ് ഓഫ്. ചേച്ചി, അപ്പോൾ ഞാൻ ഇറങ്ങുവാണ്. ഇന്ന് വൈകിട്ട് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യും. പിന്നെ ചേച്ചിയുടെ ഈ പരിപാടിയൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുണ്ട്, എല്ലാം അടിപൊളിയായിട്ട് വരും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ശരി. ഹലോ. ഹലോ ആര്യ. കുട്ടിയുടെ കസ്റ്റഡി നമുക്ക് തന്നെ കിട്ടി കേട്ടോ. അവനെന്തായാലും നെഗറ്റീവ് റിവ്യൂ ഇട്ടത് നന്നായി. അത് ഈ കേസിനെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത്. ഇനിയിപ്പോൾ അവൻ്റെ ഒരു പണിയും നടക്കൂല. താങ്ക്സ് വക്കീലേ. അതെ, കേസൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ആര്യ അഥവാ ഓഫീസിൽ വന്നപ്പോൾ എന്തെങ്കിലും ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലേ അതും കൂടെ ഒന്ന് ഡിലീറ്റ് ചെയ്തേക്കോ. ഒരു സിംഗിൾ പാരൻ്റ് നമ്മുടെ സമൂഹത്തിൽ ഓരോ ദിവസവും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ്. പലപ്പോഴും വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകൾ സ്വന്തം വീട്ടിൽ തന്നെ ഒരു ഗസ്റ്റിനെ പോലെയാവും. ഡിവോഴ്സിന് ശേഷമോ ഭർത്താവ് മരിച്ചതിന് ശേഷമോ അതേ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ വീട്ടുകാർക്ക് തന്നെ ഇവരൊരു ബാധ്യതയായിട്ട് മാറും. അതുകൊണ്ട് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കുത്തുവാക്കുകൾ കേൾക്കാൻ വയ്യാതെ വീട് വിട്ടിറങ്ങുന്നവരുമുണ്ട്. ഇനി പുറത്തു വന്നാലോ ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്നത് മുതൽ കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കുന്നത് വരെ പലതരം ബുദ്ധിമുട്ടുകളാണ്. ഫാമിലി സപ്പോർട്ടില്ലാതെ കുഞ്ഞിനെയും നോക്കി ജോലിക്കും പോയി ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഒറ്റയ്ക്ക് നോക്കുന്ന ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം വാക്കുകളും നോട്ടവും കൊണ്ട് തളർത്താനാണ് ഈ സമൂഹം പലപ്പോഴും ശ്രമിക്കുന്നത്. ഇതിൻ്റെ കൂടെ സിംഗിൾ എന്നാൽ അവൈലബിൾ ആണെന്ന് ചിന്തിച്ചുകൊണ്ട് അവരെ അഡ്വാൻറ്റേജ് എടുക്കാൻ ശ്രമിക്കുന്ന ആണുങ്ങളുമുണ്ട്. ഈ സമൂഹത്തിൻ്റെ സിമ്പതി അവർക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവരെ വേദനിപ്പിക്കാതിരിക്കാനുള്ള മാന്യതയെങ്കിലും നിങ്ങൾ കാണിക്കും. ഓരോ ദിവസവും സ്വന്തം മക്കൾക്ക് വേണ്ടി പൊരുതി ജീവിക്കുന്ന ഈ അമ്മമാർ ഇനിയെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. ഓരോ സിംഗിൾ പാരൻറ്റും ഈ സമൂഹത്തിൽ നിന്ന് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇത് കണ്ടിട്ടെങ്കിലും പലരും മാറി ചിന്തിക്കട്ടെ. ഇനി ഒരു സിംഗിൾ പാരൻറ്റും ഈ സമൂഹത്തിൽ ഒറ്റപ്പെടാതിരിക്കാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SK ടോക്സിൻ്റെ ഓരോ വീഡിയോസും മിസ് ചെയ്യാതെ കാണും. SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നല്ലതാണ്.